എല്ലാവർക്കും നമസ്കാരം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കേരളത്തിൽ 102 സീറ്റോടുകൂടി മിന്നുന്ന ജയമാണ് നേടിയത്. ഈ ജയത്തെ തുടർന്ന് അതിഭയങ്കരമായ ആഹ്ലാദ പ്രകടനമായിരുന്നു കേരളം മുഴുവൻ UDFന്റെ വക. അങ്ങനെ തൊടുപുഴയിൽ യൂത്ത് ലീഗുകാർ ഒരു ആഹ്ലാദ പ്രകടനം നടത്തി. ആ ആഹ്ലാദ പ്രകടനത്തിൽ അവർ വിളിച്ച മുദ്രാവാക്യം ലീഗ് ഭരിക്കും കേരളം മണ്ണിൽ ലീഗ് പറയും നിയമങ്ങൾ, പെരുന്നയിലുള്ളൊരു നായരെ ആലപ്പുഴയിലെ വെള്ളാപ്പള്ളി. ഇതാണ് അവർ വിളിച്ച ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഇടയിൽ അവർ വിളിച്ച മുദ്രാവാക്യം. സുകുമാരൻ നായർക്കെതിരെയും SNDPയുടെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനെതിരെയൊക്കെ ഉണ്ടായിരുന്നു അവരുടെ മുദ്രാവാക്യം. കൂടെ ലീഗ് ഭരിക്കുന്ന കേരളത്തിൽ ലീഗ് പറയുന്നതായിരിക്കും നിയമമെന്നാണ് അവർ പറഞ്ഞത്. ഈ മുദ്രാവാക്യത്തെ തുടർന്ന്, ഈ ആഹ്ലാദ പ്രകടനത്തെ തുടർന്ന് തൊടുപുഴയിൽ ആ യൂത്ത് ലീഗ് കമ്മിറ്റി പിരിച്ചുവിട്ടു എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. അതൊക്കെ വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാന്ന് എല്ലാവർക്കും മനസ്സിലാകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം അവർ വിളിച്ച ആ മുദ്രാവാക്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേരളത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും സ്പഷ്ടമായ ഉദാഹരണമാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ഒന്ന്, ക്ഷേമ പെൻഷൻ, വീട്ടിലെത്തിക്കേണ്ട ക്ഷേമ പെൻഷൻ UDFന്റെ ഓഫീസിൽ വെച്ചായിരുന്നു വിതരണം. മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലായിരുന്നു UDFന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ട് ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയിരുന്നത്. അടുത്തത് കൊയിലാണ്ടി MLA TP അഷ്റഫ് അലിയുടെ വക. അദ്ദേഹം ഒരു RTO ഓഫീസിൽ സന്ദർശനം നടത്തുന്നു. അവിടുന്ന് ഗംഭീരമായിട്ട് RTOമാരുടെയൊക്കെ സല്യൂട്ട് സ്വീകരിച്ച് പൂച്ചെണ്ടൊക്കെ വാങ്ങി ഉള്ളിലേക്ക് കയറണം. അതൊക്കെ നല്ല കാര്യം. ഒരു MLA ആണ്, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എല്ലാ ഓഫീസുകളിലും സന്ദർശനം നടത്തുകയൊക്കെ ചെയ്യണം. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം വീഡിയോയിലെടുത്ത് RTOയുടെ ഔദ്യോഗിക കസേരയിൽ വരെ കയറിയിരുന്ന് ഇതെല്ലാം വീഡിയോ എടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഒരു തമിഴ് ഫിലിമിൻ്റെ മാസ് ഡയലോഗും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. ഒരിക്കലും MLAക്ക് ഒരു RTOയുടെ ഔദ്യോഗിക കസേരയിൽ കയറിയിരിക്കാനുള്ള അവകാശമില്ല. ഈ കൊണ്ടോട്ടി MLA TP അഷ്റഫ് അലി ചെയ്തത് അവിടെ RTOയുടെ ഔദ്യോഗികമായ കസേരയിൽ കയറിയിരുന്ന് ഗംഭീരമായിട്ട് റീലൊക്കെ എടുത്ത് തമിഴ് മാസ് ഡയലോഗൊക്കെ ആഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് പേര്. ഇതിനെ പറയാനുള്ളത് അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കൊട പിടിക്കുന്നു മാത്രമേ പറയാനുള്ളൂ. ഇതാണ് തൊടുപുഴയിലെ ആ ലീഗുകാർ, യൂത്ത് ലീഗുകാർ വിളിച്ച മുദ്രാവാക്യം. അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. UDFന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ട് ക്ഷേമ പെൻഷൻ നൽകണു. അതുപോലെ തന്നെ UDFന്റെ ചില MLAമാർ ഇതാ സർക്കാർ ഓഫീസുകളിലൊക്കെ കയറി അവിടുത്തെ അധികാരികളുടെയൊക്കെ ഔദ്യോഗിക കസേരയിലൊക്കെ ഇരുന്നിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് മാസ് ഡയലോഗുകളും ആഡ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്താ പറയുക, ലീഗ് ഭരിക്കും കേരള നാട്ടിൽ ലീഗ് നടത്തും നിയമങ്ങൾ. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് LDFിൽ നിന്ന് UDFിലേക്ക് ഭരണം മാറിയിട്ടുണ്ടെങ്കിൽ ഇടത്തുകാലിലെ മന്ത് വലത്തുകാലിലേക്ക് വന്നു എന്ന്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല ഇനി പറയേണ്ടത്. ഇടത്തുകാലിലെ മന്ത് വലത്തുകാലിലും കൂടി ആയി എന്നാണ് പറയേണ്ടത്. 2 കാലിലും മന്ദായി എന്നാണ് ഇപ്പോൾ പറയേണ്ടത്. എന്തായാലും ഇനി കേരളത്തിൽ എന്തൊക്കെ കാണാൻ കിടക്കണോ എന്ന് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം. എല്ലാവർക്കും നമസ്കാരം.